എല്ലാവർക്കും ഒർലാൻഡോയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇറങ്ങിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഡിസ്നി വേൾഡിൻ്റെ അവിടെ അടുത്തുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിയെ പറയാം കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ നമുക്കിനി വർത്താനം പറഞ്ഞ് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക്. ഇതേ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ച കണ്ട വേൾഡ് ലാർജസ്റ്റ് മക്ഡൊണാൾഡ് ആണ് ഈ കാണുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ്. ഇവിടെ ഇറങ്ങാനോ ഇതിൻ്റെ അകത്തുള്ള കാഴ്ച കാണിക്കാനോ ഒന്നും പറ്റിയില്ല. ആകെ ഒരു ധൃതി പിടിച്ചുള്ള പോക്കാണല്ലോ എപ്പോഴും. അങ്ങനെ പോണ വഴിക്ക് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഡിസ്നി വേൾഡിലെ തന്നെ ഡിസ്നി സ്പ്രിങ്സിലേക്കാണ്. അപ്പോൾ ഡിസ്നി വേൾഡിൻ്റെ അതിനുവേണ്ടി ചുറ്റുപറ്റി ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര ടിക്കറ്റ് ചാർജാണ്. നമ്മൾ നേരത്തെ തന്നെ ബുക്കിംഗ് ഒക്കെ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷേ നമുക്ക് പോകാൻ അവിടെ കയറാനൊന്നും പറ്റിയില്ല. അവിടെ ഒരു വോക്ക് വേയിൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അതുപോലത്തെ തന്നെ ഒരു ഡിസ്നി സ്പ്രിങ്സിലേക്കാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് അടുത്തപ്പോഴത്തേക്കും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ ആ ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ കുറേ നേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങനെ പാർക്കിങ്ങൊക്കെ കിട്ടി. നമ്മളങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എക്സിലേറ്റർ വഴി താഴേക്ക് ഇറങ്ങിയിട്ട് വേണം കേട്ടോ ഈ ഒരു ഡിസ്നി സ്പ്രിങ്സിലേക്ക് എത്താനായിട്ട്. ഇതേ കാണണം കേട്ടോ. ഏകദേശം ഒരു 120 ഏക്കറോളം പരന്ന് കിടക്കണ ഒരു ഷോപ്പിംഗ് പറുദീസയാണ് ഈ ഒരു ഡിസ്നി സ്പ്രിങ്സ് എന്ന് പറയുന്നത്. എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെയൊന്നും അല്ല, നല്ല വെയിലാണ്. നമ്മളങ്ങനെ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ മാപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിന് നോക്കിയിട്ട് നമുക്കവിടെ എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. മാത്രമല്ല പേപ്പറും അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പേപ്പർ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങടാ പോകേണ്ടതെന്ന് അതനുസരിച്ച് നമുക്ക് നടക്കാം കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. കാരണം വെച്ചാൽ ഈ 120 ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് ലൈവ് മ്യൂസിക്കാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചുറ്റുപാടും എല്ലാവരും നിന്ന് ഇങ്ങനെ നല്ല വെയിലാണെങ്കിൽ പോലും ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ചു. അതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ നടപ്പ് തുടങ്ങി. അവിടെ ഉള്ളവരൊക്കെ അവിടെ ഇങ്ങനെ വെയിലൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. ഇത് കണ്ടില്ലേ, കസേരയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസ്നി സ്പ്രിങ്സിൻ്റെ അകത്ത് കയറാനായിട്ട് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. പിന്നെ മാത്രമല്ല നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ കുറേ നേരം നടപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇരിപ്പായി. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ നടന്നത്. നമ്മളിപ്പോൾ എത്തിയേക്കണത് വൺ ഓഫ് ദി ലാർജ് ഹീലിയം ബലൂണിൻ്റെ അടുത്തേക്കാണ്. ആ ബ്ലൂ കളറിൽ നേരത്തെ കണ്ടില്ലേ, ആ കാണുന്നതാണ് ബലൂൺ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഇങ്ങനെ പറന്നൊക്കെ പോവാം കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, കാലാവസ്ഥ പ്രോബ്ലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ ചെറിയൊരു ലേക്കിൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. കാര്യം നല്ല വെയിലാണെങ്കിലും ഒരു മഴയുടെ മട്ടുണ്ട് കേട്ടോ. നല്ല ഒരു മഴക്കാറൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പുകൾ, ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഒരുപാട് ഷോപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ ഡിസ്നി വേൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാർട്ടൂണുകളുടെയൊക്കെ ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ് കേട്ടോ. എന്താ പറയുക, തൊട്ടാ പൊള്ളണ റേറ്റ് എന്നൊക്കെ പറയില്ല, എന്ന് പറഞ്ഞ പോലത്തെ റേറ്റാണ്. പക്ഷേ എല്ലാ ഐറ്റംസും വളരെ യുണീക്കായിട്ടുള്ള ഐറ്റംസുകളൊക്കെയാണ്. നമ്മളിപ്പോൾ എത്തിയേക്കണത് M&M എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അതായത് ഈ നമ്മുടെ നാട്ടിൽ ജെംസ് മിഠായിയൊക്കെ ഇല്ലേ, അപ്പോൾ അത് തന്നെയാണ് സംഗതി. അപ്പോൾ നമ്മളങ്ങനെ ആ ഷോപ്പിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, പല പാക്കറ്റ് മിഠായികൾ, ഇങ്ങനെ ഗിഫ്റ്റ് സാധനങ്ങൾ, ഷർട്ടുകൾ, അതൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാക്കറ്റ് മിഠായി വാങ്ങിക്കാന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കയറിയത്. പക്ഷേ എൻ്റെ പൊന്നെ അങ്ങോട്ട് നടന്ന് ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേനും ഇത് അറ്റത്ത് കണ്ടില്ലേ എന്തോരം മിഠായികളാണെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ എന്താ പറയുക 1000-ൽ പരം ഫ്ലേവറുകൾ ഉണ്ടെന്നാണ് ഇവർ പറയണത്. അതൊന്നും അല്ലാട്ട് അതിൽ മീതെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ചെറിയൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. പല ഫ്ലേവറിലായിട്ട് ഇങ്ങനെ പല കളറിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കോട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കിറ്റൊക്കെ കിട്ടും. അതനുസരിച്ച് നമ്മൾ തൂക്കി നമുക്കത് വാങ്ങിക്കാം. അപ്പോൾ ഞാനെന്തായാലും വളരെ ഞെട്ടിപ്പണ്ടാരടങ്ങിയിരിക്കുകയാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ എന്തൊരു മണമാണെന്ന് പറഞ്ഞാൽ നല്ല ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ എടുക്കാം കേട്ടോ. ഇത് എന്തോരം അളവനുസരിച്ച് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഫ്ലേവറൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഭരണിയുടെയൊക്കെ ഹൈറ്റ് നോക്കിക്കണ്ടേ എന്തോരം പൊക്കത്തേക്കാണ് പോയേക്കണേന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടും. നമുക്ക് ക്യാമറയിലൊന്നും ഒതുങ്ങണില്ല കേട്ടോ. അതിന് മാത്രം ഇതിങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് കുറച്ച് വാങ്ങി. നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ മേടിച്ച് പോകും കേട്ടോ. അതുമാതിരിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് ഇതുമാതിരിത്താ. നമ്മളിപ്പോൾ ഒരെണ്ണം ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. മാത്രമല്ല ഇവിടെയൊക്കെ എല്ലാം ഒന്നും ഞാൻ ഓടി വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഞാനൊന്ന് ചെറുതാക്കി ഒന്ന് ചെറിയ വീഡിയോ ആക്കി മാറ്റിയത്. നമ്മളങ്ങനെ വീണ്ടും ഇവിടെ ഇരിപ്പായി കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് വീണ്ടും യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വെളുത്ത ഒരു ബിൽഡിംഗ് കണ്ടില്ലേ ഇതൊരു തിയേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക ഈ സർക്കസ് പോലത്തെ ഓരോ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറാമെന്ന് വിചാരിച്ചപ്പോൾ അത് വൈകിട്ട് 4 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തു. നമ്മൾ കയറണ്ടെന്ന് വിചാരിച്ച് വീണ്ടും നടപ്പ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഏത് ഭാഗത്തേക്ക് നടക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. കാരണം വെച്ചാൽ എവിടെ നടന്നാൽ നല്ല ഭംഗിയാണ്ട് കാണാൻ. ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. പിന്നെ മാത്രമല്ല ഈ 120 ഏക്കർ നടക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. എങ്കിലും കുറേയൊക്കെ നടന്ന് പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. കാരണം ഇപ്പോൾ ഏകദേശം 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ നടന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അവിടെ ഒരു മരത്തിൽ കുറേ കാക്കകളെ കണ്ടു കേട്ടോ. അങ്ങനെ ഫ്ലോറിഡേ വന്ന് കാക്കേനെയും കണ്ടു നമ്മൾ. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ വെറൈറ്റി ആയിട്ടുള്ള പല തീമിലുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വന്നേക്കണത് ദിനോസറിൻ്റെ തീമിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എന്താ പറയുക ദിനോസറിനെ അങ്ങനെ തന്നെ അസ്ഥിക്കൂടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. നല്ല രസമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെയൊക്കെ തോന്നണ രീതിയിലാണ് കേട്ടോ അവരത് ഉണ്ടാക്കി വെച്ചേക്കണം. മാത്രമല്ല ഒരു ഗുഹ പോലെയും പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അകമാണെങ്കിലും ഫുള്ളിങ്ങനെ കാടും ഇങ്ങനെ ദിനോസറും അതൊക്കെയാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമെങ്കിലാണ് നമുക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ മാത്രമല്ല റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജീപ്പൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ബുക്ക് ചെയ്യാനുള്ള ക്യൂ. ഒരുപാട് നേരം ക്യൂ നിൽക്കണം കേട്ടോ. നമ്മൾ അരമണിക്കൂർ നേരം നമ്മളങ്ങനെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ബുക്ക് ചെയ്യാനായിട്ട്. അതിന് ശേഷമാണ് നമുക്കറിയാൻ കഴിഞ്ഞത് 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താലാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തിനാണ് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മളിതിൻ്റെ അകത്ത് കയറിയാൽ തന്നെ ഒരു 4 മണിയാവും. എന്നാൽ കയറിയാൽ തന്നെയാണെങ്കിലോ നമുക്ക് പറ്റിയ അത്ര വലിയ ഫുഡൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നിൽക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ അതൊക്കെ ക്യാൻസൽ ചെയ്ത് നമ്മളവിടെ നിന്ന് വീണ്ടും നടന്നു. അപ്പോൾ ഒരു ആകാശം നോക്കിക്കണ്ടേ ആ ഒരു മൂടി നിൽക്കുകയാണ്. പിന്നെ മാത്രമല്ല ഇതുപോലത്തെ കുറേ തീമിലുള്ള അതായത് കണ്ട റെയിൻ ഫോറസ്റ്റ് റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാത്തിലും ഇങ്ങനെ ക്യൂ നിൽക്കണം. ഒരു 2 മണിക്കൂറൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ ക്യൂ നിൽക്കാനുള്ള സമയം. അപ്പോൾ അത്രയും നേരമൊക്കെ ക്യൂ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം, ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. നടക്കാനാണെങ്കിൽ ഇഷ്ടമാതിരി നടന്ന് കാഴ്ച കാണാനുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം എന്തായാലും 2 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ മാത്രമല്ല മഴ പെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട് കേട്ടോ. അതാണ് പ്രധാന കാരണവും. ഡിസ്നി സ്പ്രിങ്ങിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായ അവിടെ ഒരുപാടുണ്ട് കേട്ടോ നടക്കാനായിട്ട്. പക്ഷേ എങ്കിൽ നമ്മൾ മടുത്ത് എന്തോരോന്ന് വെച്ചാൽ നടക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോവേണ്ട. ആ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കണില്ല. അത് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.